നമസ്കാരം. ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. വോട്ട് കൊള്ള വോട്ട്ചോരി.in വെബ്സൈറ്റ് തുറന്ന് പ്രചരണം ശക്തമാക്കി രാഹുൽ ഗാന്ധി. ആഞ്ഞടിക്കാൻ ഇന്ത്യ സഖ്യം. നാളെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഓഫീസിലേക്ക് പ്രതിഷേധം. സ്ഫോടനാത്മകമെന്ന് CPM. സംസ്ഥാനത്ത് വൈദ്യുതി ചാർജ് വർദ്ധിപ്പിക്കില്ലെന്ന് വൈദ്യുതി മന്ത്രി. ലോഡ് ഷെഡിംഗ് ഏർപ്പെടുത്തില്ല. ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാതെ പ്രതിസന്ധി പരിഹരിക്കാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷയെന്നും മന്ത്രി കെ കൃഷ്ണൻകുട്ടി. മുഖ്യമന്ത്രി പെരുമാറുന്നത് ഏകാധിപതിയെ പോലെ. CPI കോട്ടയം ജില്ലാ സമ്മേളനത്തിൽ രൂക്ഷ വിമർശനം. ഇടതുപക്ഷ സ്വഭാവം സർക്കാരിന് നഷ്ടമായെന്നും CPIയുടെ വിമർശനം. മദ്യവിൽപ്പന ഓൺലൈനാക്കാൻ സർക്കാരിനെ സമീപിച്ച് ബെഫ്കോ. സർക്കാർ തീരുമാനമെടുത്തിട്ടില്ലെന്ന് മന്ത്രി MP രാജേഷ്. നികുതി ഘടനയിൽ തീരുമാനമായാൽ വീര്യം കുറഞ്ഞ മദ്യം വിപണിയിൽ എത്തിക്കുമെന്നും മന്ത്രി. വാർത്തകൾ വിശദമായി. വോട്ട് കൊള്ളയ്ക്കെതിരായ സാമൂഹ്യ മാധ്യമ പ്രചാരണത്തിന് തുടക്കം കുറിച്ച് രാഹുൽ ഗാന്ധി ഉന്നയിച്ച ആരോപണങ്ങൾക്ക് ജനപിന്തുണ തേടി ക്യാമ്പയിന് തുടക്കമിട്ടു. ഇതിനായി വോട്ട്ചോരി.in എന്ന പേരിൽ വെബ്സൈറ്റിന് തുടക്കമിട്ടു. തെരഞ്ഞെടുപ്പിൽ വോട്ട് കൊള്ള തടയാനുള്ള പ്രചാരണത്തിൽ പങ്കുചേരാൻ ജനങ്ങളോട് ആഹ്വാനം ചെയ്തുകൊണ്ടാണ് ലോക്സഭാ പ്രതിപക്ഷ നേതാവിന്റെ മുന്നേറ്റം. വോട്ട്ചോരി.in എന്ന വെബ്സൈറ്റ് ആരംഭിച്ചുകൊണ്ടാണ് കോൺഗ്രസ് മുൻ ദേശീയ അധ്യക്ഷന്റെ പ്രചാരണം. തിരഞ്ഞെടുപ്പ് പ്രക്രിയ സുതാര്യമാക്കുന്നതിനും വോട്ടർ പട്ടികയിലെ ക്രമക്കേടുകൾ തടയുന്നതിനും ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ലക്ഷ്യമിടുന്നതായി രാഹുൽ പറഞ്ഞു. വോട്ട്ചോരി.in എന്ന പേരിലുള്ള വെബ്സൈറ്റിൽ കയറി രജിസ്റ്റർ ചെയ്യാനാണ് രാഹുലിന്റെ ആഹ്വാനം. മിസ്ഡ് കോളിലൂടെയും പ്രചാരണത്തിൽ ചേരാമെന്ന് രാഹുൽ ഗാന്ധി വ്യക്തമാക്കി. ഡിജിറ്റൽ വോട്ടർ പട്ടിക പുറത്തുവിടേണ്ടത് തിരഞ്ഞെടുപ്പ് രംഗത്ത് സുതാര്യത ഉറപ്പാക്കാൻ അനിവാര്യമെന്ന് രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാട്ടി. രാഹുൽ ഗാന്ധിക്ക് ഈ വിഷയത്തിൽ സഖ്യകക്ഷികളുടെ പിന്തുണ ഏറുകയാണ്. രാഹുൽ ഗാന്ധി ഉന്നയിക്കുന്ന വിഷയങ്ങൾ സ്ഫോടനാത്മകമാണെന്ന് ചൂണ്ടിക്കാട്ടി CPM ജനറൽ സെക്രട്ടറി MA ബേബി പിന്തുണ പ്രഖ്യാപിച്ചു. കേന്ദ്ര സർക്കാരിന്റെ ഇഷ്ടക്കാര്യം നിറച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കേന്ദ്രം നിയന്ത്രിക്കുകയാണെന്നും CPM ആരോപിച്ചു. ന്യൂസ് ഡെസ്ക് M5 ന്യൂസ്. വോട്ടർ പട്ടികയിലെ ക്രമക്കേടിൽ പ്രതിഷേധം ശക്തമാക്കാൻ ഇന്ത്യ സഖ്യം. രാഹുൽ ഗാന്ധി ഉന്നയിച്ച വോട്ടർ പട്ടിക തട്ടിപ്പ് ആരോപണത്തെ ചർച്ചയാക്കാനും പ്രധാന വിഷയമായി ഉയർത്താനുമാണ് ധാരണ. ഇന്ത്യ സഖ്യത്തിലെ 300 MPമാരെ പങ്കെടുപ്പിച്ച് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഓഫീസിലേക്ക് വൻ പ്രതിഷേധം സംഘടിപ്പിക്കും. നാളെ നടക്കുന്ന മാർച്ച് പാർലമെന്റിന് മുന്നിൽ നിന്നും ആരംഭിക്കും. മാർച്ചിന് രാഹുൽ ഗാന്ധി നേതൃത്വം നൽകും. വോട്ട് അട്ടിമറിയിൽ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ വെളിപ്പെടുത്തലിനെ പിന്തുണച്ച് CPM. രാഹുൽ ഗാന്ധി നടത്തിയത് സ്ഫോടനാത്മകമായ വെളിപ്പെടുത്തലാണെന്ന് CPM ജനറൽ സെക്രട്ടറി MA ബേബി പറഞ്ഞു. ഇതിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിശദീകരണം നടത്തണമെന്നും ബേബി ആവശ്യപ്പെട്ടു. മുൻപ് നടത്തിയ തെരഞ്ഞെടുപ്പിൽ നടത്തിയ ക്രമക്കേടുകൾ 6 മാസത്തെ പഠനത്തിന് ശേഷമാണ് രാഹുൽ ഗാന്ധി വെളിപ്പെടുത്തിയത്. ഇന്ത്യ സഖ്യത്തിലെ നേതാക്കൾക്ക് മുന്നിൽ അദ്ദേഹം കാര്യങ്ങൾ വിശദീകരിച്ചിരുന്നു. കേന്ദ്ര സർക്കാരിന്റെ അനുബന്ധം പോലെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രവർത്തിക്കുന്നതെന്നും MA ബേബി പറഞ്ഞു. ബീഹാർ വോട്ടർ പട്ടിക പരിഷ്കരിക്കുന്നതിന് മുമ്പ് രാഷ്ട്രീയ പാർട്ടികളുമായി ചർച്ച നടത്തിയിട്ടില്ല. ഇതിൽ ദുരുദ്ദേശമുണ്ട്. തൃശൂരിലെ വോട്ടർ പട്ടിക അട്ടിമറി സംബന്ധിച്ച വെളിപ്പെടുത്തലുകളിലും അന്വേഷണം വേണമെന്നും MA ബേബി പറഞ്ഞു. M5 ന്യൂസ് തൃശൂർ. കർണാടകയിലെ വോട്ടർ പട്ടികയിലെ ക്രമക്കേട് സംസ്ഥാന സർക്കാർ അന്വേഷിക്കുമെന്ന് മുഖ്യമന്ത്രി സിദ്ധരാമയ്യ. സംസ്ഥാനത്തെ നിയമ വകുപ്പിനോട് അന്വേഷിക്കാൻ നിർദ്ദേശം നൽകിയതായി മുഖ്യമന്ത്രി പറഞ്ഞു. രാഹുൽ ഗാന്ധി പുറത്തുവിട്ട രേഖകൾ ഉൾപ്പെടെ പരിശോധിക്കണമെന്ന് മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു. സംസ്ഥാനത്ത് വൈദ്യുതി നിരക്ക് വർദ്ധിപ്പിക്കില്ലെന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടി. ലോഡ് ഷെഡിംഗും ഏർപ്പെടുത്തില്ലെന്നും വൈദ്യുതി വാങ്ങാനുള്ള കരാറുകൾ തുടരുമെന്നും മന്ത്രി അറിയിച്ചു. നിലവിലെ സാഹചര്യത്തിൽ ഹ്രസ്വകാല കരാറുകൾ തന്നെ മതിയാവും. ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാതെ പ്രതിസന്ധി പരിഹരിക്കാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി. റെഗുലേറ്ററി കമ്മീഷൻ അനുമതി ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. വൈദ്യുതി കമ്പനികൾക്ക് നൽകാനുള്ള തുക ഉടൻ നൽകാൻ സുപ്രീം കോടതി ഉത്തരവുണ്ട്. അത് നിരക്ക് വർദ്ധിപ്പിക്കാതെ കൊടുത്തു തീർക്കാൻ സാധിക്കുമെന്നും മന്ത്രി അറിയിച്ചു. സാമ്പത്തിക പ്രതിസന്ധി കാരണം നിവൃത്തിയില്ലെങ്കിൽ മാത്രം നിരക്ക് വർദ്ധിപ്പിക്കുകയുള്ളൂവെന്നും മന്ത്രി ചൂണ്ടിക്കാട്ടി. M5 ന്യൂസ് തിരുവനന്തപുരം. CPI കോട്ടയം ജില്ലാ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും സംസ്ഥാന സർക്കാരിനെ നയിക്കുന്ന മന്ത്രിമാർക്കും വിമർശനം. മുഖ്യമന്ത്രി ഏകാധിപതിയെ പോലെ പെരുമാറുന്നുവെന്നും മന്ത്രിസഭയിലെ ഒരു മന്ത്രിയെ പോലും മുഖ്യമന്ത്രി പരിഗണിക്കുന്നില്ലെന്നും വിമർശനമുയർന്നു. സർക്കാരിന് ഇടതുപക്ഷ സ്വഭാവം നഷ്ടമായി. CPI ഭരിക്കുന്ന 4 വകുപ്പുകളും പരാജയം. വിലക്കയറ്റം നിയന്ത്രിക്കാനാകാതെ ഭക്ഷ്യവകുപ്പ് നോക്കുകുത്തിയെന്നും കുറ്റപ്പെടുത്തലുണ്ട്. CPI ഭരിക്കുന്ന വകുപ്പുകൾക്ക് പണം നൽകാതെ ധനവകുപ്പ് ശ്വാസം മുട്ടിക്കുന്നതായും വിമർശനമുയർന്നു. CPI സംസ്ഥാന നേതൃത്വം ദുർബലമാകുന്നുവെന്നും നിലപാടുകളിൽ ഉറച്ചു നിൽക്കാൻ നേതൃത്വത്തിന് കഴിയുന്നില്ലെന്നും വിമർശനമുണ്ടായി. മുഖ്യമന്ത്രിയും CPM-ഉം CPI സംസ്ഥാന നേതൃത്വത്തിന് ഒരു പരിഗണനയും നൽകുന്നില്ല.
ജനകീയ വിഷയങ്ങളിൽ ഇടപെടുന്നതിൽ CPI പിന്നോട്ടു പോകുന്നു. LDF സർക്കാരിനോടുള്ള ജനങ്ങളുടെ എതിർപ്പാണ് പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചത്. ഇത് തിരുത്തി മുന്നോട്ടു പോകാൻ സർക്കാർ തയ്യാറാകുന്നില്ലെന്നും കുറ്റപ്പെടുത്തലുണ്ട്. ഇൻഫൈ ന്യൂസ് കോട്ടയം. ഓൺലൈൻ മദ്യവിൽപ്പനയിൽ സർക്കാർ ഇതുവരെ തീരുമാനമെടുത്തിട്ടില്ലെന്ന് മന്ത്രി MB രാജേഷ്. പലതരത്തിലുള്ള ശുപാർശകൾ സർക്കാരിന് വന്നിട്ടുണ്ട്. നികുതി ഘടനയിൽ തീരുമാനമായാൽ വീര്യം കുറഞ്ഞ മദ്യം വിപണിയിൽ എത്തിക്കുമെന്നും MB രാജേഷ് പറഞ്ഞു. ഏത് ഔട്ട്ലെറ്റിലും കുപ്പി തിരികെ നൽകിയാൽ പണം തിരികെ നൽകുന്ന രീതി ആലോചിക്കുന്നുണ്ടെന്നും മന്ത്രി പറഞ്ഞു. ഓൺലൈൻ വഴിയുള്ള മദ്യവിൽപ്പനയ്ക്കായുള്ള ശുപാർശ ബെവ്കോ MD സർക്കാരിന് സമർപ്പിച്ചു. സ്വിഗ്ഗി ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങൾ താൽപര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട്. മദ്യം നൽകുന്നതിന് മുൻപ് പ്രായം തെളിയിക്കുന്ന രേഖ നൽകണമെന്നായിരുന്നു വ്യവസ്ഥ. ഓൺലൈൻ മദ്യവിൽപ്പനയ്ക്കായി ബെവ്കോ ആപ്പ് തയ്യാറാക്കി. വിദേശ നിർമ്മിത ബിയർ വിൽപ്പന അനുവദിക്കണമെന്നും ബെവ്കോ ആവശ്യപ്പെട്ടു. എംഫൈ ന്യൂസ് തിരുവനന്തപുരം. കേന്ദ്രമന്ത്രിയും തൃശൂരിൽ നിന്നുള്ള MPയുമായ സുരേഷ് ഗോപിയെ കാണാനില്ലെന്ന പരാതിയുമായി KSU നേതാവ്. സുരേഷ് ഗോപിയെ തൃശൂർ മണ്ഡലത്തിൽ കാണാനില്ലെന്ന് ചൂണ്ടിക്കാട്ടി KSU തൃശൂർ ജില്ലാ അധ്യക്ഷൻ ഗോകുൽ ഗുരുവായൂരാണ് പോലീസിൽ പരാതി നൽകിയത്. ഗുരുവായൂർ ഈസ്റ്റ് പോലീസിലാണ് ഗോകുൽ പരാതി നൽകിയത്. ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളുടെ അറസ്റ്റിന് ശേഷമാണ് സുരേഷ് ഗോപിയെ കാണാതെയായെന്നാണ് പരാതിയിൽ പറയുന്നത്. സുരേഷ് ഗോപിയുടെ തിരോധാനത്തിന് മുന്നിൽ ആരാണെന്ന് കണ്ടെത്തണമെന്നും പരാതിയിൽ ആവശ്യപ്പെടുന്നുണ്ട്. തൃശൂർ പാർലമെന്റ് മണ്ഡലത്തിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട MPയും കേന്ദ്ര സഹമന്ത്രിയുമായ സുരേഷ് ഗോപി MPയെ ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകൾക്കെതിരായ നടപടിക്ക് ശേഷം എവിടെയെന്ന് കാണാനില്ലാത്ത സാഹചര്യമാണെന്നാണ് ഗോകുൽ പരാതിയിൽ ഉന്നയിക്കുന്നത്. ഇതിനാൽ കേന്ദ്ര സഹമന്ത്രിയുടെ തിരോധാനത്തിന് പിന്നിൽ ആരാണെന്നും അദ്ദേഹം എവിടെയാണെന്നും കണ്ടെത്തണമെന്ന് പറഞ്ഞുകൊണ്ടാണ് പരാതി. സുരേഷ് ഗോപിയെ കാണാനില്ലെന്ന് ഇന്നലെ വിദ്യാഭ്യാസ മന്ത്രി K ശിവൻകുട്ടിയും പ്രതികരിച്ചിരുന്നു. കന്യാസ്ത്രീകളുടെ വിഷയം അടക്കമുണ്ടായപ്പോഴും സുരേഷ് ഗോപിയെ എവിടെയും കണ്ടില്ലെന്നും അദ്ദേഹം ഒളിവ് ജീവിതത്തിലാണോ എന്നും K ശിവൻകുട്ടി പരിഹസിച്ചിരുന്നു. എംഫൈ ന്യൂസ് തൃശൂർ. കൊടും കുറ്റവാളി ഗോവിന്ദചാമിയുടെ ജയിൽ ചാട്ടത്തിൽ ഉദ്യോഗസ്ഥ വീഴ്ചയെന്ന് പോലീസ് അന്വേഷണത്തിൽ നിഗമനം. ജയിൽ സുരക്ഷയിലുള്ളവർ അന്നത്തെ ദിവസം രാത്രി ഡ്യൂട്ടി പോയിന്റുകളിൽ ഉണ്ടായിരുന്നില്ലെന്ന പ്രാഥമിക നിഗമനത്തിൽ പോലീസ് എത്തി. ജയിൽ അധികൃതരുടെ മൊഴിയെടുത്തപ്പോൾ തടവുകാർ കൂടുതലും ഡ്യൂട്ടിയിലുള്ള ഉദ്യോഗസ്ഥരുടെ എണ്ണം കുറവുമാണെന്നാണ് അന്വേഷണത്തിൽ കണ്ടെത്തിയത്. കണ്ണൂർ സെൻട്രൽ ജയിലിലെ 16 തടവുകാരെ ചോദ്യം ചെയ്തെങ്കിലും പോലീസിന്റെ ചോദ്യം ചെയ്യലിൽ 10ലേറെ തടവുകാർ ഇതുവരെ സഹകരിച്ചിട്ടില്ല. സിറ്റി പോലീസ് കമ്മീഷണർ നിതിൻ രാജിന്റെ നേതൃത്വത്തിൽ അന്വേഷണ സംഘത്തിന്റെ യോഗം നാളെ ചേരും. ഗോവിന്ദചാമിയുടെ സെല്ലിലെ സഹതടവുകാരൻ തേനി സുരേഷിന്റെ മൊഴിയും നിർണായകമാണ്. രാത്രികാലങ്ങളിൽ പലപ്പോഴായും ഗോവിന്ദചാമി ഉറങ്ങാറില്ലെന്നും ജയിൽ ചാട്ടത്തിനായി തയ്യാറെടുക്കാറുണ്ടായിരുന്നുവെന്നും ജയിലിൽ അടി രാകാറുണ്ടായിരുന്നുവെന്നും സഹതടവുകാരൻ സുരേഷ് മൊഴി നൽകിയിരുന്നു. എന്നാൽ ഗോവിന്ദചാമിയുടെ ജയിൽ ചാട്ടം കാരണം ജയിലിനകത്തെ സ്വാതന്ത്ര്യം ഇല്ലാതായി എന്നാണ് തടവുകാരിൽ ഭൂരിഭാഗം ആളുകളുടെയും മൊഴി. എംഫൈ ന്യൂസ് തിരുവനന്തപുരം. കൊല്ലം ചവറ തെക്കുംഭാഗം സ്വദേശി അതുല്യ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ഭർത്താവ് സതീഷ് അറസ്റ്റിൽ. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്ന് സതീഷിനെ ഇമിഗ്രേഷൻ കസ്റ്റഡിയിലെടുത്ത് വലിയതുറ പോലീസിന് കൈമാറുകയായിരുന്നു. സതീഷിനെ പിടികൂടാൻ പോലീസ് ലുക്കൌട്ട് സർക്കുലറും പുറപ്പെടുവിച്ചിരുന്നു. സതീഷ് നാട്ടിലെത്തിയാൽ ഉടൻ തന്നെ കസ്റ്റഡിയിലെടുക്കണമെന്ന് ഇമിഗ്രേഷൻ നിർദ്ദേശമുണ്ടായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. വലിയതുറ പോലീസ് സതീഷിനെ ഉടൻ തന്നെ ക്രൈംബ്രാഞ്ചിന് കൈമാറും. അതുല്യയുടെ മരണം അന്വേഷിക്കുന്നത് ക്രൈംബ്രാഞ്ചാണ്. കൊല്ലം തേവലക്കര സ്വദേശിനി അതുല്യ ഷാർജയിൽ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച കേസ് കഴിഞ്ഞ ദിവസമാണ് സംസ്ഥാന ക്രൈംബ്രാഞ്ചിന് കൈമാറിയത്. കരുനാഗപ്പള്ളി ASP അഞ്ജലി ഭാവനയുടെ നേതൃത്വത്തിലാണ് നിലവിൽ അന്വേഷണം നടക്കുന്നത്. ഈ കേസാണ് സംസ്ഥാന ക്രൈംബ്രാഞ്ചിന് കൈമാറിയത്. ജൂലൈ 19-നാണ് അതുല്യയെ ഭർത്താവ് സതീഷിനൊപ്പം താമസിച്ചിരുന്ന ഷാർജയിലെ ഫ്ളാറ്റിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. അതുല്യയുടെ കുടുംബം നൽകിയ പരാതിയിൽ സതീഷിനെതിരെ കൊലക്കുറ്റം ചുമത്തി ചവറ തെക്കുംഭാഗം പോലീസ് കേസെടുക്കുകയായിരുന്നു. ന്യൂസ് തിരുവനന്തപുരം. UAE-യിലെ ഷാർജയിൽ കൊല്ലം ചവറ തെക്കുംഭാഗം സ്വദേശി അതുല്യ ജീവനൊടുക്കിയ സംഭവത്തിൽ ഭർത്താവ് സതീഷിന് മുൻകൂർ ജാമ്യമുണ്ടെന്നും കസ്റ്റഡിയിൽ എടുത്തത് സ്വാഭാവിക നടപടി മാത്രമാണെന്നും അഭിഭാഷകന്റെ പ്രതികരണം. സതീഷിന് താൽക്കാലികമായി ജാമ്യം അനുവദിച്ചിട്ടുണ്ട്. ഈ ജാമ്യം അനുവദിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് സതീഷ് നാട്ടിലേക്ക് വന്നതും. 2 ലക്ഷം രൂപ വരുന്ന 2 ജാമ്യക്കാരെ ഹാജരാക്കി സതീഷിനെ അറസ്റ്റ് ചെയ്യുന്ന സമയത്ത് ജാമ്യത്തിൽ വിടണമെന്നാണ് കൊല്ലം ജില്ലാ കോടതി പറഞ്ഞിട്ടുള്ളതെന്നും അഭിഭാഷകൻ മുനീർ പറഞ്ഞു. മാധ്യമങ്ങളെ പഴിച്ച് ആരോഗ്യമന്ത്രി വീണ ജോർജ്. കള്ളപ്രചാരണങ്ങൾക്ക് കേരളത്തിന്റെ ആരോഗ്യ മേഖലയെ തകർക്കാനാകില്ലെന്ന് ആരോഗ്യമന്ത്രി വ്യക്തമാക്കി. ഡോക്ടർ ഹാരിസുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾക്ക് പിന്നാലെയാണ് വിമർശനം. മാധ്യമങ്ങൾക്ക് നിക്ഷിപ്ത താല്പര്യങ്ങളും അജണ്ടകളുമുണ്ട്. എത്ര കള്ളപ്രചാരണമുണ്ടെങ്കിലും കേരളം കൈകോർത്ത് നിന്ന് ആരോഗ്യ സംവിധാനങ്ങളെ സംരക്ഷിക്കുമെന്നും ആരോഗ്യമന്ത്രി പറഞ്ഞു. പുന്നപ്ര തെക്ക് പഞ്ചായത്തിലെ ആയുർവേദ ആശുപത്രി നിർമ്മാണത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി.
സർക്കാർ ആശുപത്രികളിൽ ചികിത്സ തേടുന്നവരുടെ എണ്ണത്തിൽ വൻ വർധനവുണ്ടായെന്നും മന്ത്രി പറയുന്നു. 2021 സർക്കാർ ആശുപത്രികളിൽ നിന്നും സൗജന്യ ചികിത്സ തേടിയവരുടെ എണ്ണം 2.5 ലക്ഷമായിരുന്നു. ഇപ്പോൾ 6.5 ലക്ഷമായി ഉയർന്നു. രോഗികൾ കൂടിയതല്ല, സർക്കാർ ആശുപത്രികളെ ആശ്രയിക്കുന്നവരുടെ എണ്ണത്തിലാണ് വർധനവുണ്ടായതെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. M5 ന്യൂസ് ആലപ്പുഴ. മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസത്തിനായി മുസ്ലിം ലീഗ് വാങ്ങിയ ഭൂമിയിൽ നിയമക്കുരുക്കില്ലെന്ന് വയനാട് ജില്ലാ കമ്മിറ്റി. ഭൂമി വിറ്റവർക്കോ വാങ്ങിയവർക്കോ പരിധിയിൽ കവിഞ്ഞ ഭൂമി ഇല്ലാത്തിടത്തോളം കാലം യാതൊരു നടപടികളും നിലനിൽക്കുന്നതല്ലെന്നും സ്വാഭാവികമായ പരിശോധന മാത്രമായ ലാൻഡ് ബോർഡിന്റെ നടപടിയെ കണക്കാക്കാൻ കഴിയുമെന്നും കമ്മിറ്റി വ്യക്തമാക്കി. പരിശോധനയിൽ ഭൂമി വാങ്ങിയതിനോ ഉപയോഗിക്കുന്നതിനോ നിയമ തടസ്സമില്ലെന്ന് ബോധ്യപ്പെടുത്താൻ സാധിക്കുമെന്നിരിക്കെ അനാവശ്യ വിവാദങ്ങൾക്ക് യാതൊരു കഴമ്പുമില്ലെന്നും മുസ്ലിം ലീഗ് വയനാട് ജില്ലാ കമ്മിറ്റി അറിയിച്ചു. ലീഗ് വാങ്ങിയത് തോട്ടുഭൂമിയല്ലെന്നും അവർ വ്യക്തമാക്കി. KLR നിയമത്തിന് പ്രതിപാദിക്കുന്ന ഏതൊരു ഭൂമിയും 12 മുതൽ 15 ഏക്കർ വരെ നിലവിൽ കൈവശത്തിലും ഉടമസ്ഥതയിലുമുള്ള കുടുംബങ്ങൾക്ക് പ്രസ്തുത ഭൂമി വിനിയോഗിക്കുന്നതിനോ വീട് നിർമ്മിക്കുന്നതിനോ യാതൊരു നിയന്ത്രണവുമില്ല. ഇത്തരമൊരു നിയന്ത്രണം 1963 കേരള ഭൂപരിഷ്കരണ നിയമത്തിൽ വ്യവസ്ഥ ചെയ്തിട്ടില്ല. എന്നിട്ടും മുസ്ലിം ലീഗ് വാങ്ങിയത് തോട്ടുഭൂമിയാണെന്ന് പ്രചരിപ്പിക്കുന്നത് ഭൂമി സംബന്ധിച്ച മുഴുവൻ വിവരങ്ങളും പരിശോധിക്കാതെയും പഠിക്കാതെയുമാണെന്നും ജില്ലാ കമ്മിറ്റി ആരോപിച്ചു. M5 ന്യൂസ് വയനാട്. സംസ്ഥാനത്തെ പോലീസ് വാഹനങ്ങളുടെ അറ്റകുറ്റപ്പണിയുമായി ബന്ധപ്പെട്ട് വ്യാപക ക്രമക്കേട് നടന്നതായി ധനകാര്യ വകുപ്പിന്റെ കണ്ടെത്തൽ. പോലീസിന്റെ സ്വന്തം വർക്ക്ഷോപ്പുകളിലും സർക്കാർ അംഗീകൃത കേന്ദ്രങ്ങളിലും അറ്റകുറ്റപ്പണി നടത്താതെ സ്വകാര്യ ഷോപ്പുകളിൽ അറ്റകുറ്റപ്പണി നടത്തിയാണ് സാമ്പത്തിക തട്ടിപ്പ് നടത്തുന്നത്. സർക്കാരിന് വലിയ സാമ്പത്തിക നഷ്ടമുണ്ടാക്കുന്ന ക്രമക്കേട് അവസാനിപ്പിക്കാൻ ആഭ്യന്തര വകുപ്പ് നടപടി കൊള്ളണമെന്നും ധനവകുപ്പ് റിപ്പോർട്ടിൽ പറയുന്നു. പോലീസ് ട്രെയിനിംഗ് കോളേജ് തിരുവനന്തപുരം, AR ക്യാമ്പ് കൊല്ലം, പോലീസ് അക്കാദമി തൃശൂർ എന്നിവിടങ്ങളിലെ മോട്ടോർ ട്രാൻസ്പോർട്ട് വിങ്ങുകളിൽ നടത്തിയ പരിശോധനയുടെ അടിസ്ഥാനത്തിലാണ് ധനവകുപ്പ് അഡീഷണൽ സെക്രട്ടറി R. ബിജുകുമാറിന്റെ നേതൃത്വത്തിൽ റിപ്പോർട്ട് തയ്യാറാക്കിയത്. 3 കേന്ദ്രങ്ങളിലും വാഹനങ്ങളുടെ അറ്റകുറ്റപ്പണികൾ ചെയ്യുന്നതിനായി സർക്കാർ സംവിധാനത്തിലുള്ള വർക്ക്ഷോപ്പുകളുണ്ട്. ഇവിടെ ചെയ്യാൻ പറ്റാത്തത് പുറത്തുള്ള അംഗീകൃത കേന്ദ്രങ്ങളിൽ ചെയ്യണമെന്നാണ് വ്യവസ്ഥ. M5 ന്യൂസ് തിരുവനന്തപുരം. വന്യമൃഗശല്യത്തിന് പരിഹാരം കാണാത്തതിൽ പ്രതിഷേധിച്ച് ഭരണപക്ഷത്തുള്ള CPI MLA വനം വകുപ്പിനെതിരെ പരസ്യമായി സമരം തുടങ്ങി. ഇടുക്കിയിലെ പീരുമേട് MLA വാഴൂർ സോമനാണ് വനം മന്ത്രിക്കും വകുപ്പിനുമെതിരെ രൂക്ഷമായ വിമർശനവുമായി രംഗത്തെത്തിയത്. പലയിടത്തും ആഴ്ചകളായി കാട്ടാനകൾ തമ്പടിച്ച് നാശങ്ങൾ വരുത്തുന്നത് തുടരുകയാണ്. ഇക്കാര്യം വാഴൂർ സോമൻ MLA നിയമസഭയിൽ ഉന്നയിച്ചിട്ടും കാര്യമായ പ്രതികരണം ഉണ്ടായില്ല. വനംവകുപ്പ് ഉന്നത ഉദ്യോഗസ്ഥർ MLA അവഗണിക്കുന്നതും തുടരുകയാണ്. ഇതെല്ലാമാണ് വാഴൂർ സോമനെ കൂടുതൽ ചൊടിപ്പിച്ചത്. പാർട്ടിയുടെ പൂർണ്ണ പിന്തുണയോടെയാണ് സമരം നടത്തിയത്. മലപ്പുറം തിരൂരിൽ സ്കൂളിനകത്ത് 1ാം ക്ലാസ്സുകാരിയെ കാർ ഇടിച്ചു. ഇക്കഴിഞ്ഞ ജൂലൈ 31 തിരൂർ MES സെൻട്രൽ സ്കൂളിലാണ് അപകടം സംഭവിച്ചത്. അപകട വിവരം സ്കൂൾ അധികൃതർ അറിയിച്ചില്ലെന്ന് രക്ഷിതാക്കളുടെ പരാതി. അറിയിച്ചതെന്നും രക്ഷിതാക്കൾ പരാതിയിൽ നൽകി. ഇക്കഴിഞ്ഞ ജൂലൈ 31 തിരൂർ MES സെൻട്രൽ സ്കൂളിലാണ് അപകടം സംഭവിച്ചത്. കാര്യമായ പരിക്കില്ലെങ്കിലും അപകടത്തിന് ശേഷം കുട്ടി കടുത്ത മാനസിക വിഷമത്തിലാണെന്നും രക്ഷിതാക്കൾ വ്യക്തമാക്കി. കുട്ടിയെ കാറിടിച്ച കാര്യം അറിഞ്ഞിരുന്നില്ലെന്നാണ് സ്കൂൾ അധികൃതരുടെ വിശദീകരണം. സംഭവത്തിൽ തിരൂർ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ജൂലൈ 31 നടന്ന അപകടത്തിന്റെ CCTV ദൃശ്യങ്ങളും ലഭിച്ചിട്ടുണ്ട്. M5 ന്യൂസ് മലപ്പുറം. മലപ്പുറം കൊണ്ടോട്ടിയിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ബസ്സിന് തീ പിടിച്ചു. പാലക്കാട് കോഴിക്കോട് റൂട്ടിൽ ഓടുന്ന സന ബസ്സിനാണ് തീ പിടിച്ചത്. രാവിലെ 9 മണിയോടെയാണ് അപകടമുണ്ടായത്. അപകടത്തിൽ ആർക്കും പരിക്കില്ല. പാലക്കാട് കോഴിക്കോട് റൂട്ടിലോടുന്ന സന ബസ്സിനാണ് കൊണ്ടോട്ടിയിൽ വെച്ച് തീ പിടിച്ചത്. രാവിലെ 9 മണിയോടെയാണ് അപകടമുണ്ടായത്. അപകടത്തിൽ ആർക്കും പരിക്കില്ല. ബസ്സിൽ നിന്നും പുക ഉയരുന്നത് കണ്ടയുടനെ ബസ് സൈഡാക്കി ബസ്സിനുള്ള ആളുകളെ ഒഴിപ്പിച്ചു. തുടർന്ന് തൊട്ടടുത്തുള്ള വീട്ടിൽ നിന്നും വെള്ളം പമ്പ് ചെയ്തെങ്കിലും തീ ആളിപ്പടരുകയായിരുന്നു. മലപ്പുറത്ത് നിന്നും ഫയർഫോഴ്സ് എത്തിയപ്പോഴേക്കും ബസ് മുഴുവനായി കത്തിയിരിഞ്ഞു. തൊട്ടടുത്ത എയർപോർട്ടിന്റെ ഫയർ യൂണിറ്റ് ഉണ്ടെങ്കിലും ഇവിടേക്ക് ഇരുവരും എത്തിയിരുന്നില്ല. M5 ന്യൂസ് മലപ്പുറം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വോട്ട് കൊള്ള votechori.in വെബ്സൈറ്റ് തുറന്ന് പ്രചരണം ശക്തമാക്കി രാഹുൽ ഗാന്ധി. ആഞ്ഞടിക്കാൻ ഇന്ത്യ സഖ്യം. നാളെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഓഫീസിലേക്ക് പ്രതിഷേധം. സ്ഫോടനാത്മകമെന്ന് CPM. സംസ്ഥാനത്ത് വൈദ്യുതി ചാർജ് വർദ്ധിപ്പിക്കില്ലെന്ന് വൈദ്യുതി മന്ത്രി. ലോഡ് ഷെഡിംഗ് ഏർപ്പെടുത്തില്ല. ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാതെ പ്രതിസന്ധി പരിഹരിക്കാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷയെന്നും മന്ത്രി K. കൃഷ്ണൻകുട്ടി. മുഖ്യമന്ത്രി പെരുമാറുന്നത് ഏകാധിപതിയെ പോലെ. CPI കോട്ടയം ജില്ലാ സമ്മേളനത്തിൽ രൂക്ഷ വിമർശനം. ഇടതുപക്ഷ സ്വഭാവം സർക്കാരിന് നഷ്ടമായെന്നും CPIയുടെ വിമർശനം. മദ്യവിൽപ്പന ഓൺലൈനാക്കാൻ സർക്കാരിനെ സമീപിച്ച് ബെഫ്കോ. സർക്കാർ തീരുമാനമെടുത്തിട്ടില്ലെന്ന് മന്ത്രി MP രാജേഷ്.
നികുതി ഘടനയിൽ തീരുമാനമായാൽ വീര്യം കുറഞ്ഞ മദ്യം വിപണിയിൽ എത്തിക്കുമെന്നും മന്ത്രി. ഇതോടെ ന്യൂസ് റൗണ്ട് പൂർണ്ണമാകുന്നു. നമസ്കാരം.